വിജയ് മാധവും ദേവിക നമ്പ്യാരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇവരുടെ വിശേഷങ്ങൾ വൈറലായി മാറാറുണ്ട്. മക്കളുടെ വിശേഷങ്ങളും യോഗ ക്ലാസിനെക്കുറിച്ചും വീട്ടിലെ കാര്യങ്ങളും പാട്ടും ഒക്കെയായി ഇവർ എത്താറുണ്ട്. മകളുടെ പേരുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനങ്ങളായിരുന്നു തുടക്കത്തിൽ ഉയർന്നത്. ഒരു മകൾ ജനിക്കുകയാണെങ്കിൽ ഓം പരമാത്മ എന്ന് പേരിടാമെന്ന് വളരെ മുന്നേ തീരുമാനിച്ചതാണ്. ദേവികയ്ക്കും അതിൽ എതിർപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആത്മജ മഹാദേവ് എന്നായിരുന്നു മകന് പേരിട്ടത്. ഇതെന്തൊരു പേരാണ്, പെൺകുട്ടികൾക്കിടുന്ന പേരല്ലേ എന്നായിരുന്നു അന്ന് വന്ന ചോദ്യങ്ങൾ. ഭാവിയിൽ മകൻ തന്നെ ഇതിൻ്റെ പേരിൽ നിങ്ങളെ ചോദ്യം ചെയ്യുമെന്നായിരുന്നു വിലയിരുത്തലുകൾ. വിമർശനങ്ങളിൽ ഒന്നും പതറാതെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വിജയ്. രണ്ടാമത്തെ പ്രസവം ഞങ്ങളെ ശരിക്കും പേടിപ്പെടുത്തുകയായിരുന്നു. ആദ്യത്തേത് നോർമൽ ആയിരുന്നതിനാൽ ഇതും അങ്ങനെയായിരിക്കും എന്നായിരുന്നു ധാരണ. അവസാന നിമിഷത്തിലായിരുന്നു സിസേറിയനെ കുറിച്ച് പറയുന്നത്. വാട്ടർ ബ്രേക്കായി എന്ന് ദേവിക പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയത്. എമർജൻസി സി-സെക്ഷൻ ആയതിനാൽ ഓറലി ആയിരുന്നു അനസ്തേഷ്യ കൊടുത്തത്. അത് കഴിഞ്ഞ് ബോധം വരാൻ ഒരു ദിവസം എടുത്തു. മോളെ കയ്യിൽ കിട്ടിയപ്പോഴും ദേവികയെ കാണാത്തതിൻ്റെ ടെൻഷനിലായിരുന്നു വിജയ്. പ്രാർത്ഥനയും ഉപവാസവും ഒക്കെയായി ആ നിമിഷങ്ങൾ തള്ളി നിൽക്കുകയായിരുന്നു. ഇതൊന്നും വേണ്ടായിരുന്നു എന്നുവരെ ചിന്തിച്ച നിമിഷങ്ങളായിരുന്നു. വിചാരിച്ച പോലെ വേദനയില്ലാത്ത അവസ്ഥയൊന്നും ആയിരുന്നില്ല തൻ്റേതെന്ന് ദേവികയും പറഞ്ഞിരുന്നു. അഭിനയ മേഖലയിൽ സജീവമാണെങ്കിലും യോഗ ക്ലാസും ഡാൻസും പാട്ടും ഒക്കെയായി ദേവികയും സജീവമാണ്. പാചക പരീക്ഷണങ്ങളുമായി ദേവിക എത്താറുണ്ട്. മക്കൾക്കായും മാഷിനായും സന്തോഷത്തോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ജീവിതത്തിൽ സംതൃപ്തിയാണെന്ന് ദേവിക പറഞ്ഞിരുന്നു. പുതിയ വണ്ടി എടുത്തതിന് ശേഷമായി നടത്തിയ യാത്രകളെക്കുറിച്ചായിരുന്നു ഇവർ ഒടുവിലായി പറഞ്ഞത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് വണ്ടി പൂജിച്ചത്. അത് കഴിഞ്ഞ് ലോങ് ട്രിപ്പ് പോയാലോ എന്ന പ്ലാനിൽ നേരത്തെ കന്യാകുമാരിയിലേക്കാണ് പോയത്. ഇത്തവണ ഇവരോടൊപ്പം വിജയിയുടെ അമ്മയും ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയിൽ ആയിരുന്നു താമസിച്ചത്. അതിനുശേഷമായിരുന്നു തിരുപ്പതിയിലേക്ക് പോയത്. ബീച്ചും കാറ്റും ഒക്കെയായി നല്ല വൈബായിരുന്നു. എല്ലാം ചുറ്റിക്കറങ്ങി ഇരുന്നു ഞങ്ങൾ. ആ സന്തോഷം അധിക നേരം നിന്നില്ല. അവിടെ നിന്ന് വന്നതും അമ്മ ആശുപത്രിയിലായി. അമ്മയെ കൊണ്ടുപോകേണ്ട, ബുദ്ധിമുട്ടുണ്ടാകും എന്ന് മാഷ് എന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. എൻ്റെ ഒരു സന്തോഷത്തിന് കൊണ്ടുപോയതാണ്. അത് ഇങ്ങനെയായി മാറുമെന്ന് കരുതിയില്ല. അമ്മ കുറച്ച് ബെറ്ററായിട്ടുണ്ട്. എന്നാലും ആശുപത്രിയിൽ തന്നെയാണ്. നന്നായാണ് തുടങ്ങിയതെങ്കിലും ഇങ്ങനെയാണ് അവസാനിക്കുക എന്ന് അറിയില്ലായിരുന്നെന്ന് ദേവിക പറഞ്ഞു. വിജയിയുടെ അമ്മയ്ക്കും പ്രേക്ഷകർക്ക് പരിചിതയാണ്. അമ്മയുടെ കൈക്ക് എന്തു പറ്റി, എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ, അമ്മയെ നന്നായി തന്നെ കെയർ ചെയ്യൂ എന്നാണ് ആരാധകർ പറഞ്ഞത്.